അത് ശരി, അങ്ങനെ എങ്ങനെ ഉറങ്ങാനാ? ഉറക്കം എന്താ വേണം? ഈ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ബട്ടൺ പോലെയാണോ? എന്റെ ഉറക്കം കളഞ്ഞിട്ട് പോവാ അവള്. അത് വിട്, നീ ഇത് പറയ. എന്താ എന്നെ ഫോൺ ചെയ്തേ? അത് എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. എന്നാ പറയ. ഒന്ന് വാ തുറന്ന് പറയ വേണ. എന്താന്ന് ഇങ്ങനെ നാണിക്കുന്ന എന്തിനാ? അറിയാം, കേട്ടു ഞാൻ. ആക്ച്വലി ഇതൊക്കെ പറയാൻ വേണ്ടിയാണോ ഫോൺ ചെയ്തേ? ശരി, ഞാൻ വയ്ക്കുക, എനിക്ക് ഉറക്കം വരുന്നു. കിരൺ, താങ്ക് യു. വാട്ട്? താങ്ക് യു. നീ എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറയേ. ഞാനിതാ പറഞ്ഞേ, താങ്ക് യു വെരി മച്ച്. പ്രീത അറക്കൽ അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? ഐ മീൻ പനിയോ തലവേദനയോ? അല്ല, ഇന്നലെ അത്രയ്ക്ക് വേണ്ടിയല്ലേ പ്രശ്നങ്ങൾ ഉണ്ടായത്? അതായത് ഒരു ഡിമാൻഡും ഇല്ലാതെ താങ്ക് യു. എന്ത് പറ്റി വേണേ? നോക്ക്, ഞാനിപ്പോ അത് തന്നെയല്ലേ കേട്ടത് നീ ഇപ്പൊ പറഞ്ഞത്? അതോ ഇനി എന്റെ ചെവിയുടെ പ്രശ്നമാണോ? ഞാൻ അത് തന്നെയാ പറഞ്ഞേ നീ ഇപ്പൊ കേട്ടത്. കാരണം നീ ഡിസേർവ് ചെയ്യുന്നുണ്ട്. വാട്ട്? പ്രീത അറക്കൽ, എനിക്ക് നന്നായിട്ട് അറിയാം നീ ഉണ്ടല്ലോ എന്നെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണെന്ന്. ഞാൻ നിന്റെ താങ്ക് യു അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം നീ എന്നെ കളിയാക്കാൻ തുടങ്ങും. എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ സ്വഭാവം എന്താന്ന്. എനിക്ക് നിന്റെ താങ്ക് യു ഒന്നും വേണ്ട. കാരണം എനിക്കറിയാം നീ വളരെ നല്ലൊരു മനുഷ്യനാണെന്ന്. ഐ നോ, ഞാൻ നിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോ ചിലത് പറയും, ചിലപ്പോ എന്തെങ്കിലും വിളിക്കും. പക്ഷെ നീ മനസ്സുകൊണ്ട് ശരിക്കും വളരെ നല്ലൊരു മനുഷ്യനാണ്. എപ്പോ ഞങ്ങളെ എന്ത് അപകടത്തിൽപ്പെട്ടാലും നീ വേണ്ടി വരും. എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി നീ എപ്പോഴും എത്താറുണ്ട്. ഐ മീൻ, വളരെ ഭാഗ്യമുള്ളവർക്ക് ഇങ്ങനൊരു സുഹൃത്തിനെ കിട്ടും. ഇങ്ങനെ ജീവൻ പോലും നോക്കാതെ സൗഹൃദത്തിന് വേണ്ടി. നീ ശരിക്കും വളരെ നല്ലൊരു മനുഷ്യനാണ്. ആൻഡ് ഞാൻ എന്റെ ഹൃദയത്തിൽ തൊട്ട് പറയുക, ഞാൻ വളരെയധികം പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട് നീ എന്റെ സുഹൃത്തായതിൽ. എന്റെ ആത്മാർത്ഥ സുഹൃത്ത്. താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെന്ന് വെച്ചാൽ നിന്റെ കുടുംബത്തെ ഞാൻ എന്റെ കുടുംബമായിട്ടാ കാണുന്നേ. പിന്നെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് ഉപകാരമല്ല. ഇനിയിപ്പോ ആവശ്യം വരാണെന്നുണ്ടെങ്കിൽ എന്റെ ജീവൻ പോലെ ഞാൻ കളയും. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി. ഓക്കേ, താങ്ക് യു. താങ്ക് യു വെരി മച്ച് അഗൈൻ. എടി, നീ എന്നെ കരയിപ്പിക്കോ? ഇങ്ങനെ താങ്ക് യു കേട്ടുന്ന ശീലമല്ല എനിക്ക്. തലകറക്കം വരുമെന്നേ. വയ്ക്കട്ടെ ഫോൺ. ഗുഡ് നൈറ്റ്. ഓക്കെ, സോറി ഞാൻ ഡിസ്റ്റർബ് ചെയ്തു. ഗുഡ് നൈറ്റ്. എന്റെ പാവയ്ക്കേ, പാവയ്ക്കൊന്നും അല്ല ഇവള്. പ്രീത അറക്കൽ. That's better. പ്രീത. സമീർ, നീ റിയലി? ശബ്ദം ഉണ്ടാക്കരുത്. ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നതാ. ഇത് നീ എന്താ പറയുന്നത് സൃഷ്ടി? നിനക്ക് വേണ്ടി ഞാൻ എവിടെ വേണമെങ്കിലും എത്തും. ബിക്കോസ് യു റിയലി മാറ്റർ ടു മീ. നീ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് പാവാണല്ലേ അവൻ. എന്നുവെച്ചാ ഒന്നും ആലോചിക്കാതെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി എന്നെ രക്ഷിക്കാൻ വന്നു. എന്നിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും എന്റെ മണ്ടത്തരം കാരണം പിന്നെ അവിടെ കുടുങ്ങി. പക്ഷെ അതിനുശേഷം എനിക്ക് വേണ്ടി ഗുണ്ടകളുടെ കൂടെ വഴക്കുണ്ടാക്കി എന്നെ രക്ഷിച്ചു. വേറെ ആരിതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യും? ആരാ എനിക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തുക? അവൻ അവന്റെ ജീവൻ പണയപ്പെടുത്തി. സമീർ ഇതെല്ലാം ചെയ്തത് എനിക്ക് വേണ്ടിയാ. സ്വയം അപകടത്തിലായി. അതായത് കിരൺ സാറ് തീരെ ചാടിയതുപോലെ ചേച്ചിക്ക് വേണ്ടി. അങ്ങനെ തന്നെയാ, ശരിക്കും ഹീറോയിനെ പോലെ. പാടും ഒരു
ഫീലിംഗ് എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് മനസ്സിൽ. ഉറപ്പാ നെയ്വിളക്കിനൊളി നീട്ടി നിൽക്കും ഒരു സന്ധ്യേ സന്ധ്യേ എന്നും നിന്റെ അടുത്തിരിപ്പില്ലേ സമീർ നമ്പ്യാർ. ഞാൻ നീയില്ലാതില്ലെന്നോർമ്മ നിന്നെ പോലെ ആരും ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല, ഇനി ഉണ്ടാവുകയില്ല. യു ദ ബെസ്റ്റ്. എപ്പോഴാ ഈ രാത്രി ഒന്ന് തീരുക? എപ്പോഴാ രാവിലെ ആവുക? എപ്പോഴാ നിന്നെ കാണുക? എനിക്ക് നിന്നെ കാണണം സമീർ. കൊതിയായി നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി മുല്ലമുടി ചുരുളിൽ മുകിലായി ഒന്ന് മൂടി പുതച്ചിരുന്നാൽ മതിയായി. അമ്മേ, അമ്മ എന്തിനാ മുറിക്ക് പുറത്തേക്ക് വന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കായിരുന്നില്ലേ? പ്രീത വന്നില്ലല്ലോ ഇതുവരെ. ഫോൺ ചെയ്ത് ചോദിക്കുക എവിടെയാണെന്ന്. ഞാൻ വിളിച്ചു ചോദിക്കാം. ഞാൻ വന്നു അച്ഛമ്മേ. ഐ എം സോ സോറി. ഇന്ന് എനിക്ക് ഓട്ടോ കിട്ടിയില്ല, അതുകൊണ്ട് മെയിൻ റോഡ് വരെ നടന്നു വരേണ്ടി വന്നു. എനിവേ ഫോർഗെറ്റ് ദിസ്. എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയെങ്കിലും നീ ഇവിടെ എത്തിയല്ലോ. അമ്മ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇനി സമാധാനമായിട്ട് അമ്മയുടെ അടുത്തിരിക്കെ. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാം. ഓക്കെ? നല്ല വേദനയുണ്ടോ? ആദ്യമൊക്കെ വേദനയെ ഞാൻ പേടിച്ചിരുന്നു. പക്ഷെ ഇപ്പോ വേദന നിന്നെ പേടിക്കുന്നു. നീ വരുമ്പോ വേദന നിന്നെ പേടിച്ച് ഓടിപ്പോവും. അല്ല അച്ഛമ്മേ, ഞാൻ കാരണമൊന്നുമല്ല. ഇത് എക്സസൈസിന്റെ കഴിവാണ്, നിങ്ങളുടെ അധ്വാനമാണ്. അല്ല മോളെ, ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ നിന്റെ കയ്യിലുള്ള ആ മാജിക് ഉണ്ടല്ലോ, അത് വേറെ ആരുടെ കയ്യിലുമില്ല. അത് ശരി. ഇനി പുകഴ്ത്തൽ നിർത്താം. ഞാനുണ്ടല്ലോ നിങ്ങളോട് പിണക്കമാണ്. നിങ്ങൾ നിങ്ങളെ തീരെ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ ആയത്. ഞാൻ എന്നോട് തന്നെ പിണക്കത്തിലാ. ഞാൻ എപ്പോഴും നിന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞു നിന്നോട്. പക്ഷെ എന്നിട്ടും നീ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തു. എനിക്ക് എത്ര സ്നേഹം തന്നു. എനിക്കിപ്പോ തോന്നുന്നത് നീ എന്റെ സ്വന്തം പേരുകുട്ടിയാണെന്നാ. ഐ എം സോ ലക്കി. ഐ എം വെരി ലക്കി അച്ഛമ്മേ. ഞാൻ എന്ന് മുമ്പേ വന്നോ അന്ന് മുതൽ ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിൽ നിന്ന് ഒരുപാട് സ്നേഹം കിട്ടി. എനിക്ക് 2 മുത്തശ്ശിമാരെ കിട്ടിയത്. ഞാൻ ശരിക്കും ഭാഗ്യം ചെയ്തവളാ. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹമുണ്ട്. കൊള്ളാലോ, ഇത് വളരെ നന്നായിരിക്കുന്നു. അങ്ങനെ പ്രീതയെ ഇഷ്ടപ്പെടാത്ത അവസാനത്തെ ആളും സ്വന്തം ചിന്ത മാറ്റി. എന്നിട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നു. ഇതാ എടുക്ക, ജ്യൂസ് കുടിക്ക്. അവസാനത്തെ ആളല്ല, വേറെ ഒരാൾ കൂടിയുണ്ട്. അയാളുടെ മനസ്സിൽ ഇപ്പോഴും വെറുപ്പുണ്ട്. അല്ലേ കവിത? ഐ എം സോറി മോം, നിങ്ങൾ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. കവിത ഹാസ് നോ സെൻസ് ഓഫ് ഹ്യൂമർ. ഹ്യൂമറേ ഇല്ല. അവിടെ ഇവിടെയുള്ള കാര്യമൊന്നും പറയണ്ട. നിങ്ങൾക്ക് എക്സസൈസിന്റെ ആവശ്യമുണ്ട്. വാ, നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഞാനില്ലേ 1 മിനിറ്റ് കിച്ചണിൽ നിന്ന് ഹോട്ട് വാട്ടർ ബാഗ് എടുത്തിട്ട് വരാം. പ്രീത മോളെ, നീ ഇവിടെ അമ്മയുടെ അടുത്ത് നിൽക്ക്. ഞാൻ പോയി ഹോട്ട് വാട്ടർ ബാഗ് എടുത്തിട്ട് വരാം. ആന്റി, ഞാൻ എടുത്തോളാം. ആന്റി ഒരു കാര്യം ചെയ്യ്, അച്ഛമ്മയെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ശരി. ഓക്കെ. ജ്യൂസ് ഞാൻ പിന്നെ കുടിക്കാം മോളെ. ശരി. മുറ്റത്തെത്തും തെന്നലേ മുട്ടിട്ടെന്നോ ചെമ്പകം അവളെൻ കളിത്തോഴി. ഓ അഴകാം കളിത്തോഴി. മുറ്റത്തെത്തും തെന്നലേ മുട്ടിട്ടെന്നോ ചെമ്പകം അവളെൻ കളിത്തോഴി. അത് ഞാൻ ഓ അഴകാം കളിത്തോഴി. Go on. ഇല്ല ഇല്ല, യു ഗോ ഓൺ. Oh no, please. അത് ഞാൻ നിന്റെ ഇതുപോലുള്ള ഒരു റെഡ് കളർ ബോൾ ഇല്ലേ, അത് ഞാൻ ഒരു ദിവസം ഒളിപ്പിച്ചു വെച്ചിരുന്നു വാതിലിന്റെ പിന്നില്. ഓ, അതാ ഇത് കാണാത്തത്. പക്ഷെ എന്തിന്? നിനക്കത് വിചിത്രമായി തോന്നിയേക്കാം, പക്ഷെ ഐശ്വര്യ ഞാനില്ല ആ ബോളിനെ നോക്കിയപ്പോ അത് എന്നെ നോക്കിക്കൊണ്ടിരുന്നു. അതായത് എനിക്ക് അങ്ങനെ തോന്നി. അതിന്റെ നോട്ടം എന്നിലേക്ക് തന്നെ ആയിരുന്നു എന്ന്. സോ ഞാനതിനെ മുന്നിൽ നിന്ന് മാറ്റി. Really? നീ അവിടെ പോയതെടുത്തോ. Now it's okay. Fine. പിന്നെ ഇന്നലെ രാത്രി നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ.
ഐ മീൻ നീ എന്തൊക്കെയാടി പറഞ്ഞേ? എന്റെ തല കറങ്ങിപ്പോയി. ഒരു ബോള് കറങ്ങുന്ന പോലെ തോന്നിയത്. ഓ മൈ ഗോഡ്, ഞാൻ അങ്ങനെ എന്താ പറഞ്ഞേ? ആ, നിന്നോട് വീണ്ടും എന്തെങ്കിലും തെറ്റായി പറഞ്ഞു? ഇല്ലില്ല, ആദ്യമായിട്ട് നീ ഒരു തെറ്റും പറയാതിരുന്നത്. ഇൻഫാക്ട് നീ എല്ലാം വളരെ ശരിയായിട്ടാടി പറഞ്ഞത്. അത് ഐ മീൻ എനിക്കത്ര ശീലമില്ലല്ലോ നിന്റെ വായിന്ന് ഇങ്ങനെ താങ്ക് യുവും അഭിനന്ദനമൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് തല കറങ്ങിപ്പോയത്. കുഴപ്പമില്ല, ഇനി ശീലമായിക്കോളും. ദേ കിരൺ നമ്പ്യാർ. ശീലമാക്കാനോ എന്നുവെച്ചാ? ഹായ് രോഹിതേട്ടാ. ഹലോ, ഹൗ ആർ യു? വളരെ അപൂർവമായിട്ട് നിങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്ന കാണാറുള്ളൂ കേട്ടോ. വഴക്കില്ല, അടിപിടിയില്ല, തർക്കങ്ങളില്ല, വട്ടപ്പേരുകൾ വിളിക്കുന്നില്ല. കാര്യം എന്തായാലും കൊള്ളാം കേട്ടോ. എന്നാ ഇതിന്റെ ഇടയിൽ മറ്റെന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും കാണാൻ രസമുണ്ട്. പോവാം. ബൈ. ബൈ. ശ്രദ്ധിച്ചു. Are you okay? I'm fine. Are you okay? Yeah. നീ ഓക്കെ അല്ലേ? Yeah. അങ്ങനെ തോന്നില്ലല്ലോ. എന്താ ഉറക്കം ശരിയായില്ലേ? Yeah. രാത്രി മുഴുവൻ ഫോണിൽ സംസാരിച്ചല്ലേ? നീ എന്തൊക്കെയായിട്ടായി പറയുന്നത്? പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞല്ലോ. ഒന്ന് വന്നേ, നേരം പോവാം. വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാം. നീ അതുവഴി ഇവിടെ പോകുന്നത്? ഇതുവഴിയാ വാതില്. അയിനോ, ഒന്ന് വേഗം വാ. നിനക്കെല്ലാം അറിയാല്ലേ? ഇവന്റെ മനസ്സിൽ പുതുതായിട്ട് എന്തോ ഉണ്ടല്ലോ. ആന്റി ഹായ്, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ഗോർജിയസ്. എനിക്കറിയായിരുന്നു ഈ ഡ്രസ് നിനക്ക് നന്നായി സ്യൂട്ട് ആവുന്നു. യു നോ വാട്ട് ഷേർലി, നിനക്ക് വേണ്ടി കാർത്തികയ്ക്ക് വേണ്ടി ഷോപ്പിംഗ് ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടാ. നിങ്ങൾ രണ്ടുപേരും എല്ലാ ഔട്ട്ഫിറ്റും വളരെ അമേസിംഗ് ആയി കാര്യം ചെയ്യും. യു ഗൈസ് ഹാവ് സ്റ്റൈൽ. താങ്ക് യു. അതുകൊണ്ടാ ഞാൻ 2 നെക്ലസ് സെയിം ഡിസൈനിൽ ചെയ്യിച്ചത് നിങ്ങൾക്ക് വേണ്ടി. എന്തിനാന്നോ, ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടാൻ. കാർത്തിക നെക്ലസ് ഇട്ടിട്ടുണ്ട്, പക്ഷേ നീ അത് ഞാൻ ആ നെക്ലസ് ഇട്ടില്ല. അതെന്താ? എന്താ ഇടാഞ്ഞെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇന്നത്തെ പാർട്ടിക്ക് ആ നെക്ലസ് തന്നെ ഇട്ടോണ്ട് വരണമെന്ന്. നീ ഞാനും കാർത്തിക ആ പാർട്ടിക്ക് പോകുന്നു. ആ പാർട്ടിയുടെ തീം എന്താണെന്നറിയാമോ? ഡോട്ടേഴ്സ്, അതായത് പെൺമക്കൾ. ഞാൻ കാർത്തികയെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇക്കാര്യം എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെയിം ഡിസൈൻ 2 നെക്ലസ് ചെയ്യിച്ചത്. എന്തിന്? നിങ്ങൾ രണ്ടാളും അത് അണിഞ്ഞോണ്ട് വരാൻ വേണ്ടി. എന്തിനാണെന്നോ എന്റെ ഫ്രണ്ട്സ് മനസ്സിലാക്കണം. കവിതാ നമ്പ്യാര് സ്വന്തം മകളെ എത്ര സ്നേഹിക്കുന്നോ അത്ര തന്നെ ഭാവി മരുമകളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. കാർത്തികയെ അത് അണിഞ്ഞിട്ടുണ്ട്, പക്ഷെ നിനക്ക് ആ നെക്ലസ് അണിയാൻ തോന്നിയതേ ഇല്ല. ഞാൻ റെഡിയായി, പോയാലോ? ഐ എം സോറി മോളെ, കുറച്ച് സമയം എടുക്കും. ദർ ഈസ് എ പ്രോബ്ലം. ഷളിൻ, ലുക്ക് അറ്റ് കാർത്തിക. ഞാൻ ഈ ദിവസം ഇടാൻ വേണ്ടിയിട്ടാ ഇതുപോലെ 2 നെക്ലസ് ഉണ്ടാക്കിച്ചത്. നിന്നോട് പറഞ്ഞല്ലേ ഞാൻ ആ നെക്ലസ് ഇടാനായിട്ട്. എന്നിട്ട് എന്തുകൊണ്ട് അണിഞ്ഞില്ല? ഒരു കാര്യം ചെയ്യ, ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകൂ. എന്നിട്ട് ആ നെക്ലസ് അണിഞ്ഞിട്ട് വരൂ. ഐ എം വെയിറ്റിംഗ് ഹിയർ. ഗോ. ആക്ച്വലി ആന്റി, അങ്ങനെയൊന്നുമില്ല. ഞാൻ ആ നെക്ലസ് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടല്ല. അത് നിങ്ങൾ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അത് എന്താന്ന് വെച്ചാ ഞാൻ ആ നെക്ലസ് എവിടെയോ വെച്ച് മറന്നു. ഞാൻ ഒരുപാട് നോക്കിയത്, പക്ഷെ കിട്ടിയില്ല. എന്താ? ആർ യു ട്രൈങ് ടു ടെൽ മീ നീ ആ നെക്ലസ് കളഞ്ഞെന്ന്? വാട്ട്സ് റോങ് വിത്ത് യു ഷേർലിൻ? അത് എത്ര എക്സ്പെൻസീവ് ആൻഡ് യുണീക്ക് ആയിരുന്നെന്നോ? എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല ഷേർലിൻ. ഞാൻ എത്ര സ്നേഹത്തോടെ ആ നെക്ലസ് നിനക്ക് വേണ്ടി വാങ്ങി ഗിഫ്റ്റ് ചെയ്തത് അറിയാമോ? എന്നിട്ട് നീ അത് കളഞ്ഞു. ചേച്ചി സമാധാനായിട്ടിരിക്കെ. കുട്ടികളാവുമ്പോ ചിലപ്പോഴൊക്കെ തെറ്റ് സംഭവിക്കില്ലേ? ഇത് കുട്ടിയാണെന്നോ? ഇവള് കുട്ടിയൊന്നുമല്ല. നമ്പ്യാർ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന പെൺകുട്ടിയാ ഇവൾ. ഞാൻ മറ്റെന്ത് ക്ഷമിക്കും, പക്ഷെ ഇതുപോലെ ഉത്തരവാദിത്വം ഇല്ലാത്ത പ്രവൃത്തികൾ ക്ഷമിക്കില്ല ഞാൻ. ഇല്ല ആന്റി, അങ്ങനെയല്ല. എനിക്ക് നിങ്ങളുടെ ഫീലിംഗ്സിന് വാല്യൂ ഉണ്ട്. അതാ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നേ. പ്രോബ്ലം ഇതാണ്,
ആ നെക്ലസ് ഞാൻ എവിടെ വെച്ച് മറന്നുപോയതാ. ഓർമ്മയുണ്ടോ ലാസ്റ്റ് ടൈം നമ്മൾ ആ പാർട്ടിക്ക് പോയത്, നിങ്ങളുടെ ഫ്രണ്ടിന്റെ പാർട്ടി ആ ക്ലബില്? അന്ന് ഞാൻ നമ്പ്യാർ ഹൗസിൽ നിന്നാ തയ്യാറായത്. പിന്നെ ഞാൻ ആ നെക്ലസും ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു, പക്ഷെ അതിനുശേഷം കാണുന്നില്ല. എങ്കിൽ മോളെ ഒരു പ്രാവശ്യം കൂടി വീട്ടിലൊന്ന് നോക്കാം, ചിലപ്പോ കിട്ടിയാലോ. ആഹാ. ഒരു കാര്യം പറയൂ, നീ എന്ന് ആരുടെ റൂമിലാ റെഡി ആയത്? കാർത്തികയുടെ. കാർത്തിക, മോളെ ഷേളിനെ നിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി അവളെ ഒന്ന് സഹായിക്ക് നെക്ലേസ് നോക്കാൻ. ചിലപ്പോ അവിടെ എവിടെയെങ്കിലും കിട്ടിയാലോ. ചെല്ല്. ശരി. ഗോ. ഇനി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ചേച്ചി, അവള് അമ്മയുടെ മുറിയിലേക്ക് പോവാ. അതെ, ഞാൻ അങ്ങോട്ട് പോവായിരുന്നു. പോകൂ. ചേച്ചി, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ നിങ്ങളുടെ കബോർഡില് ഒന്ന് നോക്കൂ.